ഹായ് ഗായ്സ്, പ്രൊഫസർ ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോൺസ്റ്റർ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 4 ആണ്. പ്രീവിയസ് പാർട്ടിലൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് വന്നിട്ട് ഈ എപ്പിസോഡ് കണ്ടാലേ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഫേക്കായിട്ടൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ. അവിടേക്ക് നമ്മുടെ ഹീറോയിനും നിയാസും ക്രിസിയും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇതൊന്ന് നോക്കുകയാണ്, ആ സയൻറ്റിസ്റ്റ് എങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുകയെന്ന്. അപ്പോൾ അവരൊക്കെ വെള്ളത്തിൽ നോക്കി പറയുന്നുണ്ട്, എന്തായാലും ആൾക്കൊടുത്ത് നീന്തി രക്ഷപ്പെടാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്കും ആഴമുണ്ട്, പിന്നെ നല്ല വലിയ പുഴയാണ്. ഓക്കെ, അപ്പോൾ ആളെങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുന്ന ഇവർക്ക് ഡൗട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ആദ്യം ഈ സയൻറ്റിസ്റ്റ് എങ്ങനെയുള്ള ആളാണ് കാരണം സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടി എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ കമ്പനി പോയി ചോദിക്കാൻ തന്നെ ഉണ്ട്, കാരണം കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ചോദിച്ചാൽ എന്തായാലും ഫോട്ടോസ് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ കമ്പനിയിൽ വന്നിട്ട് മാനേജറോട് ചോദിക്കുന്നുണ്ട്, ആ പഴയ സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ ഒരു ഫാറ്റ് ആയിട്ട് ഒരാളാണ് കാണിക്കുന്നത്. ആള് നല്ല അത്യാവശ്യം തടിച്ചിട്ടൊക്കെ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആളെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇവർക്ക്. എന്നിട്ട് മാനേജർ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കേസിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്ന ആൾക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാനേജർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടീമുണ്ടല്ലോ, അവരൊക്കെ കൂടി ആ ഫുട്ടേജ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും ഫാറ്റായിട്ട് ഒരാൾ എന്തായാലും നീന്തി പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ നിയാസ്. അപ്പോൾ ഇത് കേട്ട നിസ പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യ്, ആളുടെ കയ്യിലുള്ള വാച്ച് നീ കണ്ടോ, അത് പ്രൊഫഷണൽ ഡൈവേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന വാച്ചാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും നല്ലപോലെ നീന്താൻ അറിയാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, എന്തായാലും അപ്പോൾ ആ ഭാഗത്തുള്ള ആൾ എന്തായാലും കുറേ ദൂരം പോയിട്ടുണ്ടാവില്ല, അപ്പോൾ ആ ഭാഗത്തുള്ള CCTV കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആരാന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടത് നീ എന്തിനത് ഒറ്റയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഹീറോ പിന്നാലെ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും പിന്നെ റിയാസൊക്കെ കൂടി ആ CCTV കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്, ഞാനാണ് ഫസ്റ്റ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ നിയാസും ഹീറോയൊക്കെ കൂടി എന്താ പറയുക, അവളെ വെട്ടിച്ച് നേരെ കമ്പനിയിലേക്ക് പോകണം. CCTV കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കമ്പനി. എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഞങ്ങൾക്ക് കുറച്ച് CCTVയുടെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരും വലിയ കമ്പനിയിൽ നിന്ന് ആയതുകൊണ്ട് അവരും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സീക്രട്ടായിട്ട് വെക്കണം, ഇത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെക്ക് ചെയ്യാമെന്ന്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇത്രയും ഉണ്ടല്ലോ, ഇത് എന്ന് ചെക്ക് ചെയ്ത് കഴിയാനാ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നിയാസ് പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക, ഞാനിത് ചെക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു എന്ന് നിയാസ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്നിട്ട് വേണം നീ ഡീറ്റെയിൽസ് കിട്ടി അത് അടിച്ചും പറ്റി പോകാനല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെങ്ങനെയെങ്കിലും ഇതാക്കണമല്ലോ. അപ്പോൾ ഹീറോയിൻ അതിൽ തന്നെ നോക്കി അതിനെ ഉറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് ആദ്യം ഹീറോയിൻ്റെ മേത്ത് ചായുന്നുണ്ട്, പിന്നെ നിയാസിൻ്റെ മേത്ത് ചായുന്നുണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹീറോയിനാണെങ്കിൽ സ്വപ്നത്തിൽ എന്താണ് പറയുക, നമ്മുടെ ഹീറോയും നിയാസും കൂടി അടി ഉണ്ടാക്കുന്ന പോലെയാണ് കാണുന്നത്. കാരണം ഹീറോയിൻ എൻ്റെയാണ്, നിയാസ് പറയുന്നുണ്ട് ഹീറോയിൻ എൻ്റെയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് അടി ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഹീറോയിൻ കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ഈ ഹീറോയിൻ്റെ രണ്ട് സൈഡും അവർ കയ്യും വെച്ചിട്ടിരിക്കുക. കാരണം ഹീറോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് പിന്നെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് കാണിക്കുമ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ രണ്ട് സൈഡും, ഒരു സൈഡ് നിയാസും ഒരു സൈഡും ഹീറോയും കിടന്നുറങ്ങുകയാണ്. ആ ടൈമിലാണ് ഹീറോയിൻ എന്താ പറയുക CCTV കാണുന്നത്. അതിൽ നമ്മുടെ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, ആളെങ്ങനെ രക്ഷപ്പെട്ട് പോയതെന്നുള്ളത് കാണിക്കുന്നത്. ആളവിടെ നിന്ന് എണീറ്റ് വെള്ളത്തിൽ കൂടെ നീന്തി വന്ന് അവിടെ ഒരു കാറുണ്ട്, അപ്പോൾ ആ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ ആ കാറിൻ്റെ നമ്പർ നമ്മുടെ ഹീറോയിന് കിട്ടി. ഹീറോയിൻ അങ്ങനെ ഈ കാര്യം ഒച്ചയ്ക്ക് പറഞ്ഞാൽ ഇവന്മാർ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് റിസ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഉറങ്ങാനാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പെട്ടെന്ന് ഞെട്ടി എണീച്ച് നോക്കുമ്പോൾ അവിടെ ഹാർഡ് ഡിസ്ക് ഒന്നും കാണുന്നില്ല, പകരം ഒരു നോട്ടാണ് ഉള്ളത്. ആ നോട്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നുപോലെ എനിക്ക് സയൻറ്റിസ്റ്റിനെ കിട്ടി, ആളുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കിട്ടി, ഞാൻ അത് കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഹീറോയിൻ നടന്ന് പോയിട്ടുണ്ട്. ഹീറോയിനെ പരിചയമുള്ളൊരു പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ കാർ എവിടെയുള്ളത്, ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കണതെന്നൊക്കെ കണ്ടുപിടിച്ച് തരാൻ വേണ്ടി ആളോട് പറയുന്നത്. ആളും ഇങ്ങനെ കുറേ പേരോട് വിളിച്ച് ചോദിച്ചിട്ട് നോക്കുമ്പോൾ ഇത് അൺരജിസ്റ്റർ ചെയ്ത കാറാണ്. കാരണം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു നമ്പർ പ്ലേറ്റാണ് ആൾ വെച്ചുകൊണ്ട് നടക്കുന്നത്, ഫേക്കായിട്ടുള്ള നമ്പർ പ്ലേറ്റ്. ഇതൊക്കെ കേട്ട ഹീറോയിനാകെ ഞെട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത ദൂരൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു കാറിലൊരാൾ വന്നിറങ്ങുന്നുണ്ട്. അത് വേറെ ആരല്ല, നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനിയുടെ ലോയറാണ്. ലോയർ വന്നിറങ്ങിയിട്ട് സയൻറ്റിസ്റ്റിൻ്റെ പേരും പറഞ്ഞൊരു കാറിൽ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആൾ പറയുന്നുണ്ട്, എന്നെ ആ പേര് വെച്ച് വിളിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ ഇതിനങ്ങനെ വിളിച്ചാൽ ഞാൻ പേര് മാറ്റിയ കാര്യമൊക്കെ നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് ഈ സയൻറ്റിസ്റ്റ് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് ആളുടെ ഫാറ്റ് ആയിട്ടുള്ള ബോഡിയൊക്കെ നോർമൽ ആക്കിയിട്ടുണ്ട്.
എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനിയിൽ വന്ന ആൾ പറയുന്നുണ്ട്, ഇനി നീ ഞങ്ങളെ വിളിച്ച് കാശ് ചോദിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഓപ്പോസിറ്റ് കമ്പനിയുടെ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ഈ സയൻറ്റിസ്റ്റ് ഡാറ്റാസൊക്കെ ലീക്ക് ചെയ്ത്. അപ്പോൾ പറയുന്നുണ്ട് ഇനി നിനക്ക് കാശില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ട സയൻറ്റിസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ടൈമിൽ അവിടുത്തെ CCTVയിൽ ഈ സയൻറ്റിസ്റ്റിൻ്റെ കാറ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം എന്താ പറയുക, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പറാണ്. പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഹീറോയിൻ പറഞ്ഞ അതേ നമ്പറായിട്ട് നല്ല മാച്ചിങ്ങുമാണ്. അപ്പോൾ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. പോലീസ് ഫോളോ ചെയ്ത് അങ്ങനെ അവർ പിടിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഹീറോയിൻ അറിയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത സീനിൽ നമ്മുടെ നിയാസിനെയും ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയും നിയാസും കൂടി അവിടെ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. കാരണം ഹീറോയിനെ നമ്പർ പ്ലേറ്റും കൊണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിലായിരിക്കും വന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങണം. ഇറങ്ങുന്ന ടൈമിൽ അവിടേക്ക് ഹീറോയിൻ വന്നിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, അപ്പോൾ സയൻറ്റിസ്റ്റിനെ പിടിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ നിയാസും ഹീറോയും കൂടി ചോദിക്കുന്നുണ്ട്, ഇതെപ്പോഴാണ് നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ മനസ്സിലായത് അവൾക്ക് മണ്ടത്തരം പറ്റിയ കാര്യം. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കേസ് ഞാനാണ് ഫസ്റ്റ് തെളിയിച്ചത്, അപ്പോൾ അവളെ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോ വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ടീമല്ലേ, നിന്നെ അങ്ങനെയൊക്കെ വിടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നുണ്ട്. അപ്പം നിയാസും പിന്നെ കൂടെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഹീറോയിന് ദേഷ്യം വന്നിട്ട് രണ്ടുപേർക്കും നല്ലത് കൊടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതും ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആളെ പിടിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ കാറിനുള്ളിൽ ഇയാളുണ്ടായിരുന്നേ, ഇയാളുടെ പേരിലാണ് ആ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹീറോയിനൊക്കെ ഷോക്ക് വന്നിട്ട്, കാരണം പഴയ പോലെ അല്ലല്ലോ, രൂപമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അയാളോട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണതെന്ന് വെച്ചാൽ, പഴയ വീടുണ്ടല്ലോ സയൻറ്റിസ്റ്റ് കാറിൽ കയറി പോകണം, ആ വീഡിയോ കാണിച്ചിട്ട് ഇയാൾ നിങ്ങൾക്ക് അറിയോ, ഇയാളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെച്ചതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ഫൈൻ ഉണ്ടാകും. അതിൻ്റെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ വേണ്ടി ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആകെ കേടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ആളെ പിന്നെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു, ആളുടെ കംപ്ലയിൻ്റൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇയാൾ സയൻറ്റിസ്റ്റ് ആവാൻ യാതൊരു വഴിയും ഇല്ല. എന്തെന്ന് വെച്ചാൽ ആളെ ഇപ്പം തന്നെ കണ്ടില്ലേ, ആൾ പഴയ രൂപം, ഇപ്പോൾ ഒരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ അങ്കിള് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരമാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഏറ്റവും കൂടുതൽ ഈ കേസുമായിട്ട് ഈ കമ്പനിക്കാർ കുറച്ച് റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ അങ്കിള് ഓൾറെഡി നമ്മുടെ നിയാസിൻ്റെ കയ്യിൽ അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് നിയാസ് ആയിരിക്കും ഫസ്റ്റ് വരിക എന്ന് അങ്കിൾ വിചാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അങ്കിൾ എല്ലാവരോടും ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ കേസിൻ്റെ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ എന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആളിനി ഇവിടുന്ന് വല്ല ചൈനയ്ക്കും കിടക്കാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പെണ്ണിനാണ്. അസിസ്റ്റൻറ്റ് പെണ്ണ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനി ഉണ്ടല്ലോ, I1 എന്ന് പറഞ്ഞ കമ്പനിയിലുണ്ടല്ലോ, ആ കമ്പനി എങ്ങനെയെങ്കിലും മേടിക്കാനാണ് പ്ലാൻ ചെയ്യണത്. അതെന്തിനാന്ന് വെച്ചാൽ, ഈ അങ്കിളിൻ്റെ ടീം മേടിക്കുകയാണെങ്കിൽ അവർ കേസ് ജയിച്ച പോലെ ആവില്ലേ. അപ്പോൾ പിന്നെ അങ്കിൾ ടീം മേടിക്കുന്നതിന് മുമ്പ് അസിസ്റ്റൻറ്റ് പെണ്ണ് മേടിക്കാനാണ് ഇവിടെ പ്ലാൻ ചെയ്യണത്. അതുപോലെ തന്നെ അവരിങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതാണ് I1 കമ്പനിയുടെ ഓണറും അസിസ്റ്റൻറ്റ് പെണ്ണും സംസാരിച്ചിരിക്കുന്ന ടൈമിലേക്ക് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് നമ്മുടെ മറ്റേ I1 എന്ന കമ്പനിയുടെ ഓണറോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് കമ്പനി വിൽക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു, ഞാനത് കേട്ടായിരുന്നു, സത്യമാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നീ എങ്ങനെ അറിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡോഡോ കമ്പനിയിൽ നിന്നാണ് വരുന്നത്, അവിടെ ഉള്ളവർ നിങ്ങളുടെ കമ്പനി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതാകുമ്പോൾ നല്ല വിലയ്ക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. കാരണം ഡോഡോ കമ്പനിയിലാണല്ലോ നമ്മുടെ അങ്കിളും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് പെണ്ണ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പെണ്ണിൻ്റെ ഒരു കോൾ വരികയാണ്. കോളിൽ വേറെ ആരും അല്ല സംസാരിക്കുന്നത്, അസിസ്റ്റൻറ്റ് പെണ്ണിൻ്റെ ബോസാണ് സംസാരിക്കുന്നത്. അങ്ങനെ കോള് സംസാരിച്ച് കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പെണ്ണ് നമ്മുടെ I1 എന്ന കമ്പനിയുടെ ഓണറോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഡോഡോ കമ്പനിക്ക് നിങ്ങളുടെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ അവർ കേസിൽ ജയിക്കും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ് കമ്പനിയുടെ ഓണറിൻ്റെ മൈൻഡൊക്കെ മാറ്റി അസിസ്റ്റൻറ്റ് പെണ്ണിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആളും ലാസ്റ്റ് ഒരു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സമ്മതിക്കണം.
അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയിൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്നുറങ്ങി. കാരണം എപ്പോൾ വേണമെങ്കിലും ആ പ്രതിയെ പിടിക്കാമല്ലോ, എന്നാലല്ലേ ഇവർക്ക് കേസിൽ കുറേ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്ത് അവിടെ തന്നെ കിടന്നുറങ്ങാണ്. അങ്ങനെ കിടന്നുറങ്ങുന്ന ടൈമിൽ അവൾക്കൊരു സ്വപ്നം വരികയാണ്. കാരണം അവളുടെ ചെറുപ്പത്തിൽ അവളുടെ അമ്മ എന്താ ഈ ഫയർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതൊക്കെ അവൾ ഓർത്ത് കിടക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് ഇവളെന്ത് രാത്രി ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഹീറോ വേറൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. വേറൊന്നുമല്ല, അവൻ കണ്ണു കാണാതിരിക്കുന്ന ടൈമിൽ അവനിക്ക് ഹീറോയിൻ എങ്ങനെ ഉണ്ടാകുന്ന ആളാണെന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ നിൻ്റെ ഫേസിൽ, കാരണം നീ എങ്ങനെ ഉള്ളതെന്ന് എനിക്കറിയില്ല, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ആദ്യം സമ്മതിക്കില്ല. പിന്നെ ഇവൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിൻ പറയും ശരി നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് അങ്ങനെ എന്താ പറയുക മുഖമൊക്കെ തൊട്ടിട്ട് നോക്കുകയാണ്. കാരണം ഹീറോയിൻ സുന്ദരിയാണോ അല്ലയോ എന്നൊക്കെ കേട്ടോ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമുക്ക് എന്താ പറയുക ഹീറോയിനെ ശരിക്കും ഇപ്പം ഒന്ന് തൊട്ട് നോക്കിയാലോ അതേ ഹീറോയിൻ തന്നെയാണോ എന്ന് ഉടനെ ഡൗട്ട് ഉണ്ടല്ലോ, കാരണം വോയിസ് ഒരുപോലെയല്ലേ. അപ്പോൾ അങ്ങനെ തൊടാൻ നിൽക്കുമ്പോൾ അപ്പം നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എന്താ ഇവിടെ പരിപാടി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ട ഹീറോ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് എന്നൊക്കെ നമ്മുടെ ഹീറോ പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, നീ ഇങ്ങനെ ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല, ചെയ്തതിൻ്റെ സ്വഭാവം മൊത്തം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോ നേരെ എണീറ്റ് ആളുടെ അടുത്ത് വരികയാണ്. കാരണം അപ്പോൾ പിടിച്ച പ്രതി ഉണ്ടല്ലോ നമ്മുടെ സയൻറ്റിസ്റ്റാണ്, പക്ഷേ നമുക്കറിയാം ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ ഹീറോ വന്നിട്ട് ആളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് ആരോടും സംസാരിക്കേണ്ട താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആളിങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞ് നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ കുറേ പറഞ്ഞ് നോക്കുന്നുണ്ട്, വായോ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആൾ പറയുന്നുണ്ട് ആൾക്ക് ഒരു താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളെ എന്തായാലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റും ഒന്നും പറയുന്നില്ല. ഹീറോ നമ്മുടെ സയൻറ്റിസ്റ്റിനെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഹീറോയ്ക്ക് ഇപ്പോൾ ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്തത് നമ്മുടെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ നിയാസ് ഫസ്റ്റ് തന്നെ വന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിയാസ് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം ലാസ്റ്റ് 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് നമ്മുടെ ഹീറോ ടീമൊക്കെ വരുന്നത്. ഇപ്പോൾ ഹീറോൻ്റെ ടീമിലാണ് നമ്മുടെ ഹീറോയിനുള്ളത്. ഹീറോൻ്റെ ടീം വന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുകയാണ് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, ഇനി 1 മിനിറ്റ് ബാക്കിയെങ്കിൽ പോലും നിങ്ങളുടെ ഇത് ഞാൻ മേടിക്കില്ലായിരുന്നു, നിങ്ങളെന്തോ ലക്കിനാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിസൾട്ട് വന്നല്ലോ, അവിടെയാണ് കാണിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ നിയാസിൻ്റെ ടീമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ 9ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഹീറോയും പിന്നെ ഹീറോയിൻ്റെ ടീമൊക്കെ വന്നിട്ടുള്ളത്. കാരണം നിയാസിനെ ഓൾറെഡി നമ്മുടെ അങ്കിള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിക്ക് ഡൗട്ടായി. അപ്പോൾ നമ്മുടെ അങ്കിൾ അവിടെ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഫസ്റ്റ് സെലക്റ്റായി 9 പേരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും എന്താണ് സെലക്ട് ചെയ്യല്ല, മാർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും മാർക്ക് കുറച്ച് കുറവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മാനേജർ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഇപ്പോഴത്തേക്ക് മാത്രമുള്ള സെലക്ഷൻ മാത്രമാണ്, മേ ബി ഇതിലെന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ അങ്കിൾ ഷോക്കായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാനേജറും ഹീറോയും തമ്മിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ആലോചിച്ച് നോക്കുന്നത്. വേറൊന്നല്ല പറഞ്ഞത്, ഹീറോ പറഞ്ഞത് നിയാസിനെ അങ്കിളാണ് ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ മാനേജർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇതിൽ ഫസ്റ്റ് വരുന്നത് നിയാസായിരിക്കും, പിന്നെ അതുമാത്രമല്ല അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാനേജറോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുതിയതായിട്ടൊരു കാര്യം പറഞ്ഞത്. ഇത് കേട്ടിട്ട് അങ്കിള് മാനേജറോട് ചോദിക്കുന്നുണ്ട്, 8 പേരെയല്ലേ സെലക്ട് ചെയ്യുന്നുള്ളൂ, ഇപ്പം എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, ഞാൻ റൂൾസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്കിൾ പോയതിന് ശേഷം മാനേജർ ആകെ ദേഷ്യം വന്നിട്ട് മാനേജറുടെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്, അവനാണോ വലിയവൻ, ഞാനല്ലേ ഈ കമ്പനിയുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നിയാസും ടീമൊക്കെ കുറേ പോയിൻ്റൊക്കെ കിട്ടിയാലും അതിൻ്റെ സന്തോഷത്തിൽ എവിടെയോ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹീറോൻ്റെ ടീമാണെങ്കിൽ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്, കാരണം കേസ് ഒന്നും ആയിട്ടില്ലല്ലോ, പോയിൻ്റ് കുറവല്ലേ. അപ്പോൾ നമ്മുടെ റിസ പറയുന്നുണ്ട്, ഇതുവരെ ആ സയൻറ്റിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കോർട്ടിൽ സബ്മിറ്റ് ചെയ്താൽ നമുക്കായിരിക്കും കൂടുതൽ പോയിൻ്റ് കിട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മുടെ നിയാസിൻ്റെ ടീം ഫുള്ള് പാർട്ടിയിൽ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ ഡോഡോ കമ്പനി, വലിയ കമ്പനി ഉണ്ടല്ലോ, ആ ഡോഡോ കമ്പനിയുടെ ഓണറും പിന്നെ പൊളിറ്റീഷ്യനൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരുടെ വീടാണ് കാണിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ അങ്കിളും വന്നിട്ടുണ്ട്. അവരെന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, I1 എന്ന് പറഞ്ഞ കമ്പനി മേടിക്കുകയാണെങ്കിൽ ആ കേസിൽ ഇവർ ജയിക്കുമല്ലോ.
അപ്പോൾ പിന്നെ അതിനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻ്റെ ഹെൽപ്പ് കൊണ്ട് i1 എന്ന കമ്പനി മേടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഇവരിയ്ക്കുന്നത്. അതിന് അങ്കിളും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്കിളും ഹെൽപ്പ് ചെയ്തതുകൊണ്ട് അങ്കിളിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൂടി ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് നമ്മുടെ ഓണർ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അങ്കിൾ ആകെ ഷോക്കാവുകയാണ്. കാരണം എംപ്ലോയിൻ്റെ കൂടെ ഇരുന്നിട്ടൊന്നും ഫുഡ് കഴിക്കില്ല എന്ന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ പെട്ടെന്ന് വിളിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഡോഡോ കമ്പനിയുടെ ഓണർ പറയുന്നുണ്ട്, നീ എന്തായാലും പോരെ, നീ ഞങ്ങളുടെ കമ്പനിയുടെ ലോയറല്ലേ, പിന്നെ അതുമാത്രമല്ല നീ ആ കമ്പനി വാങ്ങാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ അങ്കിളിനെ നോക്കി പറഞ്ഞിട്ട് അങ്കിളിനെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അങ്കിളിനാണെങ്കിൽ ആകെ സന്തോഷം, കാരണം ഇതിനാണല്ലോ അങ്കിൾ കാത്തിരുന്നത്. അപ്പോൾ അങ്കിളും അവരൊക്കെ കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുവാണ്. പക്ഷെ ഇവർക്കാർക്കും അറിയില്ല i1 എന്ന കമ്പനിയിലുള്ള ഓണർ ഇവരെ പറ്റിക്കും എന്നുള്ള കാര്യം. അവിടെ നിന്ന് കട്ട് ചെയ്ത അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയും ടീമും കൂടി ആ CCTV ഫുട്ടേജിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാളുണ്ടല്ലോ, നമ്മുടെ ഹീറോയ്ക്ക് ഡൗട്ട് ഉണ്ടല്ലോ, കാരണം ഇപ്പോൾ പിടിച്ച ആളും മറ്റേ ഫാറ്റായിട്ടുള്ള ആളും ഒരാളാണോ എന്ന്, സയൻറ്റിസ്റ്റ് തന്നെയാണോ എന്ന് നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോ ഒരു പ്ലാൻ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി അയാളുടെ വോയിസ് നല്ലപോലെ കേട്ടതാണ്. അപ്പോൾ അയാളുടെ വോയിസ് ഇവിടെ റെക്കോർഡ് ചെയ്ത് വേറെ വല്ല വോയിസ് ഉണ്ടെങ്കിൽ അത് രണ്ടും എനിക്ക് കേട്ടാൽ മനസ്സിലാവും ഇയാൾ തന്നെയാണോ ആ സയൻറ്റിസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് നമ്മുടെ ഹീറോ ഒരു ഐഡിയ കൊടുക്കുകയാണ്. പിന്നീട് ഈ സയൻറ്റിസ്റ്റിൻ്റെ വോയിസ് ആരുടെയും കയ്യിലുണ്ടോ എന്നൊക്കെ ഒരു ചെക്ക് ചെയ്യുവാണ്. അപ്പോഴാണ് ആ ഫുട്ടേജിൽ അയാളുണ്ട്, നമ്മുടെ സയൻറ്റിസ്റ്റ് വീഴുന്ന ടൈമിൽ അവിടെ റെക്കോർഡ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. അതിലാരെങ്കിലും റെക്കോർഡ് ചെയ്തൊരു ഗേള് അതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗേളിൻ്റെ കയ്യിൽ നിന്ന് ആ വോയിസ് ഇവർ മേടിക്കുകയാണ്. അത് മേടിച്ച് കേട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് നമ്മുടെ ഹീറോയ്ക്കും ടീമിനും മനസ്സിലായി. അതിനുശേഷം ഇവർ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട് അയാൾ തന്നെയാണ് സയൻറ്റിസ്റ്റ്, നാളെ വിടരുതെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ പോലീസുകാർ പറയുന്നുണ്ട് ആളും ഇതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, ഇനി ആളുടെ അഡ്രസ്സ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് ആളുടെ സയൻറ്റിസ്റ്റിൻ്റെ അഡ്രസ്സ് ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് പോയി, ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ സയൻറ്റിസ്റ്റിനെയാണ് കാണിക്കുന്നത്. സയൻറ്റിസ്റ്റിൻ്റെ റൂമിലാണെങ്കിൽ ഫുൾ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഉള്ളത്, കാരണം സയൻറ്റിസ്റ്റ് അത്രയും ഫാറ്റ് കുറച്ചല്ലോ. എന്നിട്ട് അവിടെ നിന്നൊരു ചില്ലെടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഫുള്ള് നിറച്ചും കാശാണ് ഇരിക്കുന്നത്. ആ കാശ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ ഹീറോയും ടീമും കറക്റ്റ് ആ സ്ഥലത്തേക്ക് വരുന്നത്. ആ സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെ ഒരു ചേസിങ് ആണ് കാണിക്കുന്നത്. ആ ചേസിങ് കഴിഞ്ഞിട്ട് ആ സയൻറ്റിസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു ഇതുണ്ട്, ഒരു മരക്കട്ടയുണ്ട്, അതെടുത്തിട്ട് നമ്മുടെ റിസേനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആൾക്കറിയില്ലല്ലോ റിസ ആരെയാന്ന്. റിസ കറങ്ങി തിരിഞ്ഞൊരു ഒറ്റ അടിയുടെ കൊടുത്തു. പിന്നെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ ബോധം പോയി അവിടെ കിടക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത ട്രെയിനിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കോർട്ടിലാണ് കാണിക്കുന്നത്. കോർട്ടിൽ നിന്ന് ലാസ്റ്റ് ഹിയറിംഗ് ആണ്. അപ്പം നമ്മുടെ അങ്കിൾ വന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് കമ്പനിയുടെ ലോയറും വന്നിട്ടുണ്ട്. അങ്കിളാകെ കോൺഫിഡൻസിലാണ്, കാരണം i1 എന്ന കമ്പനി അങ്കിളിനൊക്കെ കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മുടെ i1 എന്ന കമ്പനി അസിസ്റ്റൻറ്റ് പെണ്ണിൻ്റെ ബോസിൻ്റെ പേരിലേക്ക് ആക്കി കൊടുക്കുകയാണ്, കാരണം വേറൊരു കമ്പനിക്ക് i1 എന്ന കമ്പനി വിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വില്ലൻ അറിയുന്നുണ്ട്, കാരണം ഡോഡോ കമ്പനിയുടെ ഓണറിൻ്റെ മോനാണല്ലോ നമ്മുടെ വില്ലൻ. അപ്പോൾ വില്ലൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ആകെ ഷോക്കായിട്ട് നമ്മുടെ അങ്കിളിനെ വിളിച്ച് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞേ നമ്മുടെ കമ്പനിക്കാണ് i1 എന്ന കമ്പനി എന്താണ് വിൽക്കുക എന്ന്, പക്ഷേ ഇപ്പോൾ അത് വേറെ ആൾക്ക് വിറ്റല്ലോ, നീ ഇതൊന്നും അറിയാണ്ട് അവിടെ എന്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അങ്കിൾ ആകെ ഷോക്കാവുകയാണ്. അതിനുശേഷം ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അല്ല ഓപ്പോസിറ്റ് കമ്പനി എന്താ പറയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനിയുടെ പാറ്റേൺ ഡോഡോ കമ്പനി മോഷ്ടിച്ചിട്ട് അവരുടെ പാറ്റേണാക്കി സെല്ല് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് അവരുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ ഞങ്ങൾക്കത് എഴുതി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കേട്ട അങ്കിൾ അവിടെ നിന്ന് എണീറ്റ് നിന്ന് പറയുന്നുണ്ട് അത് ശരിയാണ്, ഞങ്ങളുടെ കമ്പനിയിൽ ഉള്ള ഒരു സയൻറ്റിസ്റ്റ് സ്പൈ ആയിട്ടാണ് ജോലി ചെയ്തത്, ആളാണ് എഴുതി കൊടുത്തത്, ആൾ മരിച്ചു എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്, പക്ഷേ ആൾ ജീവനോടെ ഉണ്ട്, അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കിൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെൻ ഡ്രൈവർ ഉണ്ടല്ലോ, അത് കാരണം CCTV ഫുട്ടേജ് നടത്തി അത് സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ലോറി ചോദിക്കുകയാണ് ഞങ്ങളാണ് പൈസ കൊടുത്ത് എന്നുള്ളതിന് എന്താ തെളിവുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോർട്ടിലുള്ള ജഡ്ജും പറയാണ് അത് ശരിയാണ്, അത് നല്ല ചോദ്യമാണ്, അവരാണ് പൈസ കൊടുത്തതെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊന്നും പറയാൻ പറ്റില്ല, കാരണം ആ തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്കിളും ഈ കേസ് തോറ്റു എന്നൊരു നിലയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ ടീമിൻ്റെ എൻട്രി. പോലീസുകാരൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോയിൻ ടീമും പിന്നെ ഈ സയൻറ്റിസ്റ്റിനെയും കൊണ്ടുവരണം. എന്നിട്ട് പറയുന്നുണ്ട് ഇയാളാണ് സയൻറ്റിസ്റ്റ്, ഇയാളാണ് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ ഇതാക്കിയെന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഓപ്പോസിറ്റിൽ ഒരാൾക്ക് ഷോക്കാവുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 4 അവസാനിക്കുകയാണ്. ഇനി എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ആരെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.